അപ്പോൾ ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന അവാസ്കുലർ നെക്രോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ബേസിക്കലി അവാസ്കുലർ നെക്രോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രക്തസഞ്ചാരം നമ്മുടെ ഈ അസ്ഥിയിലേക്ക് വരുന്നത് കുറയുന്നത് മൂലം അസ്ഥിക്കുണ്ടാകുന്ന ബലക്ഷയമാണ് അവാസ്കുലർ നെക്രോസിസ്. അപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ലൈക്ക് ട്രോമ, അല്ലെങ്കിൽ എന്താ പറയുക, സ്റ്റീറോയിഡ്സിൻ്റെ അമിതമായിട്ടുള്ള യൂസേജ് കൊണ്ട്, അല്ലെങ്കിൽ മദ്യപാനം കൂടുതലായിട്ടുള്ളവർക്ക് തന്നെ ഈ മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. ഈ ലൂപ്പസ് പോലെ അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിയ ഉള്ളവർക്ക് ഒക്കെ ഈ അസുഖം വരാം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഇവർക്ക് അതുപോലെ തന്നെ കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല കോസസ് ഉണ്ട്. പിന്നെ ഒരു ജനവിഭാഗത്തിന് ഇതിന് എന്താണ് കോസ് എന്ന് പോലും അറിയാതെ വരുന്നുണ്ട്. ഒരു അൺനോൺ കോസ്, ഇഡിയോപ്പതിക് കോസ് ഉള്ള ആൾക്കാരും ഉണ്ടാവാം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾക്ക് നമുക്ക് ആയുർവേദത്തിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ അലോപ്പതിയിൽ ഇതിന് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട്. വെയിറ്റ് റിഡക്ഷൻ പറയുന്നുണ്ട്, അതുപോലെ അമിതമായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ഒഴിവാക്കുക, അതുപോലെ ഫിസിയോതെറാപ്പി, അതുപോലെ അങ്ങോട്ടേക്കുള്ള രക്തസഞ്ചാരം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ചില മെഡിസിൻസ് കൊടുക്കുക. ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. പിന്നെ മോസ്റ്റ്ലി ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സർജറി മാത്രമാണ് അവർ പറയുന്ന ഓപ്ഷൻ. അപ്പം ഈ ഈ അസുഖം വരുന്നതിന് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഒരു 30 വയസ്സിനും ഒരു 50 വയസ്സിനൊക്കെ ഇടയിലുള്ളവർക്ക് ഈ അസുഖം വരാറുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് പ്രശ്നം. ഈ ഒരു 30 വയസ്സിൽ അല്ലെങ്കിൽ ഒരു 29 വയസ്സിലോ അല്ല ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഈ റീപ്ലേസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ഈ പറയുന്ന സർജൻസ് തന്നെ പറയുന്ന കാര്യമാണ്. ഈ റീപ്ലേസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് റിപ്പയർ ചെയ്യേണ്ടി വരും. വീണ്ടും ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അങ്ങനെ ഒരു അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു പേഷ്യൻ്റ് നമുക്ക് വന്നിട്ടുണ്ട്. അവരുടെ കാര്യം ഞാൻ പറയാം. അപ്പം ഇങ്ങനെയാണ് സംഭവം. അപ്പം ഇതാണ് അലോപ്പതിയിൽ ഇതിന് വരുന്ന ഒരു സെറ്റ് ഓഫ് ട്രീറ്റ്മെന്റ്സ് വരുന്നത്. പക്ഷെ ആയുർവേദത്തിൽ നമുക്ക് ഇതിന് ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ശരിക്കും ഇതിനെ ഒരു അസ്ഥിമജ്ജകത വാദമായിട്ടാണ് ആയുർവേദത്തിൽ ഇതിനെ കാണുന്നത്. ഈ ഒരു കണ്ടീഷന് ശരിക്കും എന്താ പറയുക, ബേസിക്കലി ഈ പറയുന്ന രക്തസഞ്ചാരക്കുറവ് എന്നുള്ളത് നമ്മുടെ കാഴ്ചപ്പാടിൽ വരുമ്പോൾ ഒരു സ്രോതോ അവരോധമായിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ അങ്ങോട്ടേക്കുള്ള ചാനൽസിന്റെ ബ്ലോക്കേജ് ആണ് അതിനുള്ള കാരണം. അപ്പം ഈ പറയുന്ന ബ്ലോക്കുകളെ മാറ്റുക, അത് എന്ത് കാരണം കൊണ്ട് ഉണ്ടാവുന്നതാണെങ്കിലും ആ ബ്ലോക്കുകളെ മാറ്റുക എന്നുള്ളതാണ് ബേസിക് ആയിട്ട് ആയുർവേദത്തിലെ ട്രീറ്റ്മെന്റിന്റെ സ്റ്റാർട്ടിങ്ങിൽ വരിക. അപ്പോൾ ആ ബ്ലോക്കുകളെ മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന രൂക്ഷണമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ്, മെഡിസിൻസ് ആണ് ആദ്യം കൊടുക്കുക. അതിനുശേഷം കുറച്ച് എന്താ പറയുക, ശോധനമായിട്ടുള്ളത് കൊടുക്കും. അതിനുശേഷം ബ്രഹ്മണ ചികിത്സയിലേക്കാണ് വരുന്നത്. അപ്പം നമുക്ക് ഇതിൽ വരുന്ന ട്രീറ്റ്മെന്റിൽ ലേപനങ്ങൾ വരും, അതുപോലെ അകത്ത് കഴിക്കാനുള്ള ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് മെഡിസിൻസ് വരും. അതിൻ്റെ കൂട്ടത്തിൽ ഈ ലേപനം കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മൾ പിന്നെന്താ പറയുക, പിഴിച്ചിൽ പോലെയുള്ളതും അതുപോലെ ഞവരക്കിഴി പോലെയുള്ളതും കഷായ ബസ്തിയും തൈലബസ്തിയും പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകളിലേക്ക് പോകും. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ നമുക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടും. പലപ്പോഴും ഇനി സർജറി കൂടാതെ എണീച്ച് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ നോർമൽ ലൈഫിലേക്ക് പോകാനും ഹാപ്പി ആയിട്ട് ജീവിക്കാനും വേദനയില്ലാതെ സിംറ്റംസ് ഒക്കെ മാറി ജീവിക്കുന്നതായിട്ടും കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മളുടെ പേഴ്സണൽ ഇത്രയും കാലത്തെ അനുഭവത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കിങ്ങനെ ഒരു സർജറി കഴിഞ്ഞിട്ടുള്ള ഒരു പേഷ്യൻ്റ് വന്നു. ആൾക്ക് സർജറി കഴിഞ്ഞ് ഏകദേശം ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പ്രശ്നം സിവിയറായി. വീണ്ടും ആൾക്ക് വേദന വന്നു, കാലുകുത്തി നടക്കാൻ പറ്റുന്നില്ല, വാക്കറിൻ്റെ യൂസേജ് കൊണ്ടാണ് നടക്കുന്നത്. വാക്കർ യൂസ് ചെയ്യുമ്പോൾ പോലും ആൾ വീണ് പോകുന്ന സാഹചര്യം വരെ ഉണ്ടായി. അങ്ങനെ ആൾക്ക് അന്ന് വേദന ശരിക്കും ഈ ഹിപ്പ് ജോയിൻറ്റിൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിൽ ഇന്നത് റീപ്ലേസ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പം വേദന വരുന്ന ഈ തുടയിൽ നിന്നാണ് വേദന വരുന്നത്. അങ്ങനെ അയാൾക്ക് ഒട്ടും പറ്റാതായി നമ്മളടുത്ത് വന്നു. അപ്പോൾ വീണ്ടും സർജറി ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത് അവർക്ക് ഒരു വൈസ് ഡിസിഷനായിട്ട് തോന്നിയില്ല. കാരണം അപ്പോഴും ഇവർക്കും സർജറി ചെയ്യുമ്പോൾ ഒരു 10 വർഷത്തെ അവധി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ 10 വർഷം പോലും കിട്ടാതെ ഈ 2 വർഷത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ടെൻഷനിലായിരിക്കും അവർ നമ്മളടുത്ത് വന്നത്. അപ്പം നമ്മളടുത്ത് വരുമ്പോൾ ആയുഷ്കാമി ആയുർവേദന നമ്മുടെ ഒരു സിഗ്നേച്ചർ ലേപമുണ്ട്. ആ ഒരു ലേപം മാത്രമേ നമുക്ക് ശരിക്കും ആ പേഷ്യൻറ്റിന് അപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഓൾറെഡി അത് അവിടെ ഒരു ഇംപ്ലാന്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ പറയുന്ന ചൂട് കൊടുത്തിട്ടുള്ള കിഴികളോ അല്ലെങ്കിൽ അതുപോലെ പിഴിച്ചിലോ ഒക്കെ കൊടുക്കാനുള്ള ലിമിറ്റേഷൻസ് വന്നു. നമുക്ക് അത്രയും കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റാതെ ഇപ്പോഴും നമ്മൾ ഈ സർജറി ഒക്കെ ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ ആയുർവേദത്തിൻ്റെ സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ സർജറി ചെയ്യണ്ട എന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് അതാണ് വൈസ് ഡിസിഷൻ തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. പക്ഷെ എപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ പുറത്തുണ്ട്. എപ്പോഴും ഒറ്റ ഡയറക്ഷനിൽ മാത്രം ചിന്തിക്കാൻ പാടില്ല. നമുക്ക് ലൈഫ് ബെറ്റർ ആവാൻ ഏതാണോ നല്ലതെന്ന് തോന്നുന്നത് അത് യൂസ് ചെയ്യുക. അപ്പോൾ ഒരു നിങ്ങൾ നേരെ പോയി സർജറി ചെയ്ത് വീണ്ടും 10 വർഷം കഴിഞ്ഞ് റിപ്പയർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇത് കൂടാതെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ചിന്തിക്കുക എപ്പോഴും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ എപ്പോഴും ആയുർവേദത്തിൻ്റെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് അതൊന്നും ചെയ്തു നോക്കുക. അപ്പോൾ ഈ വ്യക്തി ഇങ്ങനെ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ആൾക്ക് ഈ സർജറി ചെയ്ത് കഴിഞ്ഞ ആൾക്ക് പോലും
നമ്മൾ ഈ ട്രീറ്റ്മെന്റിന് ശേഷം നോർമലായിട്ട് നടക്കാനും അത്യാവശ്യം പുള്ളിയുടെ കാര്യങ്ങളിൽ സ്വന്തം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി. പൂർണ്ണമായിട്ട് ഭേദപ്പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. ആൾക്ക് ചെറിയ സാമ്പത്തിക പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് നമ്മൾ പറഞ്ഞ അത്രയും ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും പുള്ളിക്ക് ഉറങ്ങാൻ പറ്റുന്ന പോലെയും സ്വന്തം എണീച്ച് ഈ വാക്കറിന്റെ സഹായം ഇല്ലാതെ നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് പുള്ളി എത്തി. ഈ പറയുന്ന ഈ സർജറി ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മളെ എക്സ്പെൻസ് വളരെ കുറവാണെങ്കിൽ പോലും അവർക്കത് പറ്റാത്തൊരവസ്ഥ വന്നു. അതുപോലെ തന്നെ നമുക്കൊരു ലേഡി ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു. 29 വയസ്സേ ഉള്ളൂ. അന്ന് അവർക്കൊരു 2 വയസ്സോ 3 വയസ്സോ ഉള്ള ഒരു കൊച്ചുണ്ട്. അപ്പം നമ്മളടുത്ത് വരുമ്പോൾ ഹസ്ബൻഡ് തോളത്ത് കൈയിട്ടിട്ട് ആണ് ഇവർ നടന്നു വരുന്നത്. ഭയങ്കര ഇങ്ങനെ മുടന്തിയാ വരിക. ആ വരുന്ന സമയത്ത് തന്നെ അവർക്ക് അത്ര വേദന ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ ഈ കൊച്ചിനെ എടുക്കാൻ പറ്റാത്തതിലൊക്കെയുള്ള അവരുടെ ദുഃഖം അവരുടെ മുഖത്ത് കാണാൻ പറ്റുമായിരുന്നു. അവർ പറയുകയും ചെയ്യായിരുന്നു. അപ്പം ഈ അലോപ്പതി ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവരതൊക്കെ റെസ്ട്രിക്ട് ചെയ്തായിരുന്നു, ചെയ്യരുത് എന്ന് പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പോഴും ഇതൊക്കെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രീറ്റ്മെന്റ് ചെയ്തു, നമ്മുടെ ലേപനം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 21 ദിവസത്തേക്ക് ഇവർ അഡ്മിറ്റ് ആയിട്ട് ഈ പറയുന്ന ബസ്തിയും അതുപോലെ പിഴിച്ചിലും കാര്യങ്ങളും എല്ലാം എടുത്തപ്പോഴത്തേക്കും അവരുടെ വേദന കംപ്ലീറ്റ് ആയിട്ട് പോയി. എന്ന് വെച്ചാൽ അവർക്ക് പിന്നെ അവരുടെ ലൈഫിലെല്ലാം ചെയ്യാൻ പറ്റി. കൊച്ചിനെ എടുക്കാൻ തുടങ്ങി, ചോറ് വെച്ച് കഴിഞ്ഞാൽ അത് വാർക്കാൻ തുടങ്ങി, ആ പണിയെല്ലാം അവരെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയായിട്ടുള്ള അനുഭവങ്ങൾ നമുക്കുണ്ട്. ഇത് എനിക്ക് ഈ ഓർത്തിരിക്കുന്ന 2 അനുഭവങ്ങളാണ് പറഞ്ഞത്. പക്ഷെ ഇതുപോലെ ഒരുപാട് കേസുകൾ നമുക്ക് ഉണ്ടായിട്ട് ഈ അവാസ്കുലർ നെക്രോസിസിന്റെ സിംറ്റംസിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഇത് ഡയഗ്നോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനൊരു അസുഖം ഈ വ്യക്തിക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാനോ കുറച്ച് വൈകിയേക്കാം. അതാണ് ഇതിന്റെ പ്രശ്നം. ചിലപ്പോൾ ഇതൊന്നും കാണിക്കില്ല, പെട്ടെന്നൊരു സുപ്രഭാതത്തിലായിരിക്കും വേദന തുടങ്ങുക. അപ്പം പോലും ചിലപ്പോൾ മൈൽഡ് എന്തെങ്കിലും വേദന ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അടുത്തുള്ള ഒരു ഡോക്ടറെ അടുത്ത് പോയി ഇപ്പോൾ അവർ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ഈ പേഷ്യന്റിന്റെ ഭാഗത്തു നിന്നുള്ള നെഗ്ലിജൻസ് മൂലം പെയിൻ കില്ലർ മാത്രം കഴിച്ചിട്ട് മാനേജ് ചെയ്ത് പോകും. ചിലപ്പോൾ 1 വർഷം 2 വർഷം അങ്ങനെ പോകും. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ വേദന സിവിയർ ആവുന്നു, അല്ലെങ്കിൽ ചെറിയൊരു വീഴ്ച മതി, അല്ലെങ്കിൽ ചെറിയൊരു തട്ടൽ മതി എല്ലൊടിയാൻ. അങ്ങനെ ഒടിഞ്ഞൊരു പേഷ്യന്റിന്റെ കാര്യം ഞാൻ പറയുന്നുണ്ട്. അയാളുടെ റീപ്ലേസ്മെന്റ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ അടുത്ത് വന്നൊരു പേഷ്യന്റാണ്. ട്രീറ്റ്മെന്റ് ചെയ്ത കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ സിംറ്റംസ് അങ്ങനെയാണ്. കാലിന് ഇപ്പോൾ ഹിപ്പ് ജോയിന്റ് ആണെങ്കിൽ നടക്കുമ്പോൾ ഒരു മുടന്ത് പോലെ ഉണ്ടാവും. ചിലപ്പോൾ റിസ്റ്റിനായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഷോൾഡർ ജോയിന്റിനായിരിക്കും വരുന്നത്. അപ്പം ആ വരുന്ന സ്ഥലത്തെ അനുസരിച്ചിട്ട് അതിന്റെ സിംറ്റംസിന് വ്യത്യാസം വരും. എന്തായാലും പെയിൻ ഉണ്ടാവും. അതുപോലെ നമ്മളെ റേഞ്ച് ഓഫ് മൂവ്മെന്റ് കുറയും കൈയുടെ അല്ലെങ്കിൽ കാലിന്റെ ഏത് ജോയിന്റ് ആണോ അതിന്റെ. അങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഇതിന്റെ സിംറ്റംസ് ആയിട്ട് മെയിൻ ആയിട്ട് കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആർക്കെങ്കിലും ഇത്തരം പ്രശ്നങ്ങളുള്ളവർക്ക് ഗുണം ചെയ്യട്ടെ. ആയുർവേദത്തിന്റെ ഈ നന്മകൾ ഉൾക്കൊണ്ട് അവരുടെ അസുഖങ്ങൾ മാറി നന്നായിട്ട് നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന പ്രത്യാശയോടുകൂടി നന്ദി. ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടെങ്കിലോ നമ്മുടെ നമ്പറിലേക്ക് വിളിക്കുക. താങ്ക് യു.